ബിഗ് ബോസ് സീസൺ 6 ജാസ്മിൻ ജാഫർ. ഞാൻ ജാസ്മിനെ പറ്റിയിടുന്ന വീഡിയോസൊക്കെ ഞാൻ നിർത്താൻ പോവുകയാണ്. ഇനി ഞാൻ ജാസ്മിനെ പറ്റിയിട്ട് വീഡിയോസൊന്നും ഇടുന്നില്ല. കാര്യം എനിക്കും മറ്റേ അതിൽ വ്ളോഗിനുൾപ്പെടെ വധഭീഷണിയാണ് വന്നിരിക്കുന്നത്. നമ്മളാകെ പേടിച്ചിരിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ. എങ്ങനെ ഇനിയിപ്പോൾ വീഡിയോസ് ചെയ്യും? ഞാൻ എന്തായാലും ഈ ഒരു ആഴ്ചയ്ക്കകത്ത് തന്നെ സാർ ഞാൻ ഈ വീഡിയോസ് മൊത്തം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. എനിക്ക് വയ്യ, എനിക്ക് റീച്ചും വേണ്ട, എനിക്ക് ഒന്നും വേണ്ട, എൻ്റെ യൂട്യൂബ് ചാനലേ വേണ്ട. എനിക്ക് ജാസ്മിൻ്റെ ആളുകളെ കാരണം എനിക്ക് ജീവിക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലാണ് ഗൈസ്. ഞാൻ എന്താണ് ഇങ്ങനെ പറയുന്നതെന്നായിരിക്കും നിങ്ങളൊക്കെ ആലോചിക്കുന്നത്. ഞാൻ 2-3 കമൻറ്റുകൾ ഞാൻ സൈഡിൽ കാണിക്കാം. അതാ വായിച്ചു നോക്ക്. എനിക്ക് ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ വന്ന വധഭീഷണിയാണ്. ജാസ്മിൻ ഇഷ്ടമുള്ളത് കാണിക്കും, അത് പറയാൻ നീ ഏതാ? ഇനി നീ ഒരിക്കൽ കൂടെ വീഡിയോ ഇട്ടാൽ തീർത്ത് കളയും, പറഞ്ഞേക്കാം. പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ പേടിച്ച്. അതിൽ വ്ളോഗ്സ് അവനോടും പറഞ്ഞേക്ക്, നമ്മൾ വിചാരിച്ചാൽ നിൻ്റെ അക്കൗണ്ട് വരെ റിപ്പോർട്ട് അടിപ്പിച്ച് കളയും. ആർമി, ഇന്ത്യൻ ആർമി പോലും ഇങ്ങനെയൊന്നും പറയത്തില്ല. പേടിച്ച് എടാ. മേലെ ഇനി നിൻ്റെ വീഡിയോ കാണരുത്. ജാസ്മിനെ വല്ലതും പറയുന്ന കണ്ടാൽ നോക്കിക്കോ. പേടിച്ച് സീരിയസ്ലി എനിക്കിതാ എൻ്റെ 2 കാല് കൂട്ടിയ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല, എനിക്ക് കേൾക്കാം കേട്ടോ. പിന്നെ അടുത്തൊരു കമൻറ്റ്, അതിൻ്റെ കൂടെ വന്ന വേറൊരു കമൻറ്റ് കൂടെ ഉണ്ട്. എവിടെ 24 ഹവർ ടൈം തരും, മുഴുവൻ വീഡിയോ ഡിലീറ്റ് ആക്ക്, അല്ലേ നിൻ്റെ അക്കൗണ്ടും കോപ്പും ഒന്നും കാണില്ല. സീനാണ്. ജാസ്മിൻ ആർമി വമ്പ സീനാണ്. ജാസ്മിൻ വാരിയേഴ്സോ അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് ടീംസുകൾ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് വമ്പ സീനാണ്. സോഷ്യൽ മീഡിയ കത്തിക്കുന്ന ഏർപ്പാടാണ്. നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ പേടി. എടാ മുതുവാണങ്ങളെ, എനിക്ക് നിന്നോടൊക്കെ പറയാനുള്ള ഒത്തര കാര്യമേ ഉള്ളൂ. അവനെയൊക്കെ സ്കൂളിൽ പറഞ്ഞു വിടണം. സ്കൂൾ അടച്ചതാണ് ഈ പ്രശ്നം മൊത്തം നടക്കുന്നത്. ഇപ്പോൾ വെക്കേഷൻ അല്ലേ, എല്ലാം ഒരു കാര്യമില്ലാണ്ട് കുറേ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഇരുന്ന് കമൻറ്റോട് കമൻറ്റ് തന്നെ. അതായത് ഈ PR-ൻ്റെ പണിയാണോ എന്ന് എനിക്കറിയത്തില്ല ഈ കമൻറ്റുകളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ. ആദ്യം നിൻ്റെയൊക്കെ ജാസ്മിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പോക്കൃത്തരങ്ങൾ എന്താണെന്ന് വെച്ചാൽ അവിടെ പോയി കമൻറ്റ് ചെയ്യണം. ചെയ്തുകൊണ്ടിരിക്കുന്ന പോക്കൃത്തരങ്ങളെന്ന് എഴുതി കാണിക്കണം. ഇനി ഇത് പർപ്പസ്ഫുള്ളി അയച്ച എന്തെങ്കിലും ആണോ, നമ്മളൊക്കെ റിയാക്ട് ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം അയച്ചതാണോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അക്കൗണ്ടിൻ്റെ പേര് കാണിക്കാത്തത്. ഇനി അത് കാണിച്ചിട്ട് അവിടെ പോയിട്ട് കൂടുതൽ ആ ഒരു പേരിൽ റീച്ച് ഉണ്ടാക്കണ്ട. ഓക്കെ, എന്തായാലും ഒരു ഫേക്ക് ID എന്നാണ് എനിക്ക് ഈ കമൻറ്റ് വന്നിട്ടുള്ളത്. ആകെ എത്ര 24 ഫോളോവേഴ്സും പിന്നെ 5-6 ഫോളോയിങ്ങും പിന്നെ 1-2 പോസ്റ്റും ഉള്ളൊരു അക്കൗണ്ടാണ്. ഇതിനു വേണ്ടി മാത്രം തുടങ്ങിയ ന്യൂ എന്ന് എഴുതിയിരിക്കുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് എനിക്ക് ഈ മെസ്സേജ് വന്നിരിക്കുന്നത്. അതിലും എനിക്കുമാണ് ഈ വധഭീഷണി വന്നിരിക്കുന്നത്. എൻ്റെ പൊന്നെ, പേടിച്ച് വിറച്ച് ഇച്ചുമുള്ളി അധോലോകത്തിൻ്റെ ഭീഷണിയാണ്. ഇതേപോലെയുള്ള കുറേ എണ്ണമാണ് ഈ കമൻറ്റ് ബോക്സിൽ വന്ന് കിടന്ന് എനിക്കൊക്കെ എതിരെ രോധിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ പറയുന്ന ഹോട്ട്സ്റ്റാർ ലൈവിനകത്തായാലും താഴെ ഇങ്ങനെ പോസിറ്റീവ് കമൻറ്റും മറ്റുള്ളവർക്ക് നെഗറ്റീവ് കമൻറ്റും. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടായിരുന്നു ഈ പറയുന്ന സിബിനെതിരെയൊക്കെ പ്രതികരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കിടന്ന് കാണിച്ചു കൂട്ടുന്ന പോക്കൃത്തരങ്ങളും ഒക്കെ നമ്മൾ ചൂണ്ടിക്കാണിച്ചതാണ്. ഇനി നമുക്ക് ഈ പറയുന്ന ഒരാൾ എനിക്ക് അയച്ചത്, അമ്മ എനിക്ക് അയച്ചു തന്നൊരു വോയിസാണ്. ഞാൻ ആ ഒരു കൊച്ചിൻ്റെ അമ്മയാണ്. എൻ്റെ അത്രയും വലിയ പ്രായമൊന്നുമുള്ള ആളല്ല, അത് ആരാണെന്ന് ഞാൻ വെളിവിടുന്നില്ല. അപ്പോൾ ആ ഒരു വോയിസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കേൾപ്പിക്കാം. കുറച്ച് ശബ്ദമൊക്കെ ചേഞ്ച് ചെയ്തായിരിക്കും ഞാൻ കേൾപ്പിക്കുന്നത് കേട്ടോ. ഈ ജാസ്മിനും ഗബ്രിയും എന്താണ് ഈ ബിഗ് ബോസ് കാണിക്കുന്ന? കൊച്ചു പിള്ളേരെയും കൊണ്ട് ബിഗ് ബോസ് കാണാൻ ഇരിക്കാൻ കൊള്ളാവോ? കൊള്ളില്ല. അവരെന്തുവാണ് ഈ കാണിക്കുന്നത്? ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു, ജയിലിലിട്ടു, എന്നിട്ട് ജയിലിൽ കിടന്നിട്ട് കാണിക്കുന്നതോ അതിൻ്റെ അപ്പുറം. വലിയ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളതാണ്. അപ്പം അവരെ മുമ്പിൽ ഇതൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇവരെ 2 പേരും ചവിട്ടി പുറത്താക്കുന്നതായിരിക്കും നല്ലത്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം നല്ലവരാണ്. അപ്പം അവരെ കാണണമെന്നുണ്ട്. ഇവരെ ഇത് കാരണം അവരെ കൂടി കാണാൻ തോന്നുന്നില്ല. മൊത്തത്തിലൊരു നെഗറ്റീവ് എനർജിയാണ് ഇവർ 2 പേരും. മാക്സിമം അവരെല്ലാവരെയും കൂടെ 2 പേരെയും കൂടെ പുറത്താക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാണ്ട് എന്നും ഇത് തന്നെ ഇവരെ ലീലാവിലാസങ്ങൾ കാണാൻ വേണ്ടി മാത്രം ബിഗ് ബോസ് ഇടുന്നവരും ഉണ്ടാവും. പക്ഷേ നമ്മൾ കൊച്ചുങ്ങളൊക്കെ ഉള്ളവർ ഇത് കാണേണ്ട ആവശ്യമില്ല. ഇതാണ് സത്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. എനിക്ക് ആ ഒരു വോയിസ് കേട്ടപ്പോൾ തോന്നി. അതുകൊണ്ടാണ് ഞാനത് വെച്ചത്. കാര്യം ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചാണ് ഈ ഒരു ഷോ മുന്നോട്ട് പോകുന്നതെന്ന് എല്ലാ ദിവസങ്ങളിലും പറയുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. കാര്യം ഇത് ജനങ്ങളുടെ അഭിപ്രായങ്ങളാണ്. നമ്മൾ ഓരോരുത്തരും, ഞാൻ ഈ പറയുന്നതാണെങ്കിലും ഇതുപോലുള്ള 100 കണക്കിന് വ്ളോഗേഴ്സ് പറയുന്നതാണെങ്കിലും അതുകൊണ്ടൊക്കെ തന്നെ ഈ പറയുന്ന വോയിസുകളാണെങ്കിലും ഏതെങ്കിലും ഒരു ചാനലിൽ ജാസ്മിനെ പറ്റി പോസിറ്റീവായിട്ട് ജാസ്മിൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ചാനൽ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അപ്പോൾ കുറേ ആളുകൾ താഴെ കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന് ജാസ്മിൻ ചെയ്യുന്നത് ശരിയാണ്, അവൾ
സെൽഫ് മെയ്ഡ് വുമണാണ്, ആനയാണ്, ചേമ്പാണ്, 23ാമത്തെ വയസ്സിൽ 50 ലക്ഷം രൂപ കടം തീർത്ത പെണ്ണാണ്, അവൾ ബിഗ് ബോസിൽ പോയതാണ് എന്നൊക്കെ പറയുന്ന കുറേ പേരുണ്ട്. അതേ ആളുകൾ പറയുന്നു ജാസ്മിനെ എന്തിനു പറയുന്നു, 23 വയസ്സുള്ള ഒരു പൊടി കൊച്ചല്ലേ, അവൾക്കും ഒരു ജീവിതം ഇല്ലേന്ന്. അവൾക്ക് ജീവിതമുണ്ട്. അങ്ങനെ ജീവിതമുണ്ട് എന്നൊരു ചിന്തയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊന്നും കാണിച്ചു വിടത്തില്ല. ഇനി ഈ പറയുന്ന കണക്ക് ഈ ആളുകളുടെ മൊത്തം ഒന്നടങ്കം ജനങ്ങളും ഈ ഒരു ഷോയെ ഇപ്പോൾ വെറുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന 2 പേരെ, ഗബ്രിയെ, ജാസ്മിനെ. എനിക്ക് തോന്നുന്നു മറ്റൊരുപാട് കണ്ടസ്റ്റൻസ് അതിനകത്തുണ്ട്. അവർക്കൊക്കെ അവർ സിനിമയിലുള്ളതാണ്, മോഡലിംഗ് ഫീൽഡിലുള്ളവരാണ്, വേണമെങ്കിൽ ഇതിൽ നിന്നും വൾഗറായിട്ട് പല കാര്യങ്ങളും ചെയ്യാനും പ്രവർത്തിക്കാനും ഒക്കെ പറ്റുന്ന പല ആളുകൾ ഈ ഷോടകത്തുണ്ട്. ഇതിന് മുന്നേ ഉള്ള ഷോകളിൽ വന്നിട്ടുമുണ്ട്, പല സീസണുകളിലും വന്നിട്ടുണ്ട് പല ആളുകളും. പക്ഷെ അവിടെ ഒന്നുമില്ലാത്ത ഒരു പ്രശ്നമാണ് ഈ പറയുന്ന ജാസ്മിൻ ഇതിനകത്തോട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജാസ്മിന് വേണ്ടിയിട്ട് ഒരു ഫേവറിസമാണ് ഈ പറയുന്ന ഏഷ്യാനെറ്റ് സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പറയുന്ന കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ പറയുന്ന ജാസ്മിൻ പല കാര്യങ്ങളിലും വീക്കായിട്ടുള്ളത് കണക്ക് അഭിനയിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും എവിടെ ചോദ്യം ചെയ്തതുമില്ല, ജാസ്മിൻ വീക്കാണെന്ന് പറയുന്നതുമില്ല, ജാസ്മിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള യാതൊരു രീതിയിലുള്ള കാര്യം നടന്നില്ല. അതേസമയം ഈ പറയുന്ന കഴിഞ്ഞ ദിവസം സിബിൻ്റെ ഒരു മാറ്ററിൽ നല്ല രീതിയിൽ തന്നെ സിബിനെ വലിച്ചു കയറിയിട്ടുണ്ട്. ആ ഒരു വീക്കിൽ തന്നെ പല കാര്യങ്ങളും നടന്നതൊന്നും ഇതിനകത്ത് ഷോയിൽ കാണിച്ചിട്ടുമില്ല. ഇപ്പോൾ സിബിനെ സംബന്ധിച്ചോളം സിബിൻ എന്ന് പറയുന്ന വ്യക്തി പെട്ടെന്ന് ഡൗൺ ആയിപ്പോയി. അങ്ങനെ ഡൗൺ ആവേണ്ട വ്യക്തിയല്ല. മേ ബി സിബിന് വെളിയിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് വന്ന് കാണും, മറ്റുള്ളവർ സിബിനെ പറ്റി എന്ത് വിചാരിച്ച് കാണും എന്നൊക്കെ ഉള്ളൊരു ചിന്തയുടെ പുറത്തായിരിക്കണം മേ ബി സിബിൻ ഇങ്ങനെ ഡൗൺ ആയിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ പ്രൊമോയിൽ സിബിൻ ഓക്കെ ആയി എന്ന് കാണിക്കുന്നുണ്ട്, അതിനുശേഷം കണ്ണും കെട്ടി പോകുന്നത് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചത് വെച്ചാൽ ജാസ്മിൻ്റെ കേസ്, ജാസ്മിൻ പനി പിടിച്ച് കിടക്കുവാണ്, ഭയങ്കര പൊരിഞ്ഞ പനി, മിക്കവാറും ജാസ്മിനെ പിടിച്ച് പുറത്താക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ജാസ്മിനെ പുറത്താക്കത്തില്ല. ഏഷ്യാനെറ്റിൻ്റെ പൊന്നോമന പുത്രിയല്ലേ, അതിനെ പുറത്താക്കുമോ? ഒരിക്കലുമില്ല. ഒരു കപ്പ് ജാസ്മിന്, ഇതായിരിക്കണം താഴത്തെ ഒരു മാറ്റം. ഒരു മാറ്റം എന്നൊക്കെയല്ലേ കൊടുത്തിരുന്നത്, അത് മാറ്റണം. അത് മാറ്റിയിട്ട് ഒരു കപ്പ് ജാസ്മിന് അങ്ങനെ ആക്കണം. ഇപ്പോൾ സിബിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് സിബിൻ അപ്പോൾ ഈ പറയുന്ന കണക്ക് ഇപ്പം ഇങ്ങനെ എനിക്കൊന്ന് കണ്ണാ കെട്ടിക്കൊണ്ട് പോകുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. മേ ബി ഈ പറയുന്ന സീക്രട്ട് റൂമിൽ എന്തെങ്കിലും കൊണ്ടാക്കിയതായിരിക്കാം. സിബിൻ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ്. സിബിൻ ഈ പറയുന്ന ഷോയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു സിബിൻ എന്ന് പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി സിബിൻ്റെ മെൻ്റലി ഉള്ള ആ ഒരു ട്രോമയുടെ പല കാര്യങ്ങളും കൊണ്ട് തന്നെ ഇപ്പോൾ ഡൗൺ ആണ്. തിരിച്ചു വരുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ വീക്കിൽ കൺഫേം ആണ് സിജോ തിരിച്ചു വരും. 100 അല്ല 101% ഉറപ്പാണ് സിജോ തിരിച്ചു വരുന്നുണ്ട്. സിജോ തിരിച്ചു വരുന്നതോടൊപ്പം ഗെയിമിൻ്റെ ഒരു രീതി തന്നെ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ട ഒരു സീനും പിന്നെ മുന്നേ ജാസ്മിൻ പറഞ്ഞൊരു കാര്യവും ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് കാലമൊക്കെ സംസാരിക്കാറുണ്ട്. ഞാനൊരു സീൻ ഒന്ന് കാണിക്കാം. നമ്മുടെ ഈ കാണുന്നത് മാത്രമൊന്നുമല്ല ഭംഗി, ഒരു ഡയലോഗിന് പറയുന്നതല്ല. ഇവിടെ ഭയങ്കര ഭംഗി ഉണ്ടായിട്ട് ഇവിടെ മൊത്തം വിഷം കൊണ്ട് നടന്നിട്ട് ഒരു കാര്യം. സത്യം പറഞ്ഞാൽ ജാസ്മിൻ സ്വന്തം കാര്യമാണ് പറയുന്നത്. ഈ ഒരു ഭംഗി മാത്രം കൊണ്ടു കിടന്നിട്ട് ഒരു കാര്യമില്ല, ഇവിടെ വിഷവും കൊണ്ട് കിടന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെന്നൊക്കെയാണ് ചോദിക്കുന്നത്. ജാസ്മിൻ്റെ സ്വന്തം കാര്യമാണ് അതിലൂടെ പറഞ്ഞത്. ജാസ്മിൻ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ജാസ്മിൻ നേരെ വിപരീതമായിട്ടാണ് ചെയ്യുന്നത്. അതായത് ജാസ്മിൻ്റെ സ്വഭാവം തന്നെയാണ് അതിനകത്ത് ജാസ്മിൻ മറ്റുള്ളവരുമായിട്ട് അടിച്ചാക്ഷേപിച്ച് കാണിച്ചുകൊണ്ട് പറയാൻ ശ്രമിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ പറയുന്ന ഇതേപോലെ ഒരു ബ്യൂട്ടി വ്ളോഗർ, ഇത്രയേറെ ടിപ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു ബ്യൂട്ടി വ്ളോഗർ ഇത്രയേറെ വൃത്തിയില്ലാത്ത രീതിയിലാണ് ഒരു ഷോയിൽ മത്സരിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതെന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരു പുച്ഛം തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ ഒരു സൗന്ദര്യത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. എന്നിട്ടാണ് കഴിഞ്ഞ മത്സ്യകന്യകൻ എന്ന് പറഞ്ഞിട്ട് ഈ പറഞ്ഞ ജിൻഡോയെ ആക്ഷേപിച്ചത്. അതുപോലെ തന്നെ പല കാര്യങ്ങൾ, വൃത്തിയുടെ കാര്യങ്ങളാണെങ്കിലും പല കാര്യങ്ങളിൽ ജാസ്മിൻ നേരെ വിപരീതമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ പറയുന്ന സ്പ്രേ അടിക്കൂലെന്ന് പറഞ്ഞിട്ട് സ്പ്രേ യൂസ് ചെയ്യുന്ന കാര്യം എല്ലാം നേരെ വിപരീതമാണ്. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്, അതായത് ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയും തമ്മിൽ പിരിയുന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ജാസ്മിൻ ഈ പറയുന്ന ഗബ്രിയിൽ നിന്ന് മാറാൻ ശ്രമിക്കുകയാണ്, ഈ പറയുന്ന എന്തുവാ ഇവർക്ക് തമ്മിൽ ഒരു വാക്തർക്കം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇന്നലത്തെ ഒരു എപ്പിസോഡിൻ്റെ ചെറിയൊരു കട്ടിങ് ഞാൻ കാണിക്കാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കണേ. അങ്ങോട്ട് വന്നാണ് ഗബ്രി സംസാരിക്കുന്നത്. കെട്ടിപ്പിടിക്കുന്നവരില്ല ഗബ്രി, നിനക്ക് അതൊക്കെ പോയില്ലേ? പണ്ട് നീ എന്നോട് എങ്ങനെയായിരുന്നു, ഇപ്പം നീ എടുത്ത 4 അംശമില്ല, 4 അംശമില്ല. പക്ഷെ നിനക്ക് ബാക്കിയുള്ള പറ്റുന്നത് എനിക്കിവിടെ വേറാക്കാൻ പറ്റുന്നില്ല. അതായത് ഗബ്രിക്ക് 4 അംശം സ്നേഹം ഈ പറയുന്ന ജാസ്മിനോടില്ല, ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്നില്ല, ഉമ്മ കൊടുക്കുന്നില്ല എന്നൊക്കെയാണ് ജാസ്മിൻ്റെ വിഷമം. ജാസ്മിൻ പറയുന്നത് കരയുന്ന കണ്ടാ ഗബ്രി നീ എന്തെങ്കിലും അറിയുന്നുണ്ടോ? എന്തെങ്കിലും അറിയുന്നുണ്ടോ? നിന്റെ കെട്ടിപ്പിടുത്ത ഉമ്മ ഇല്ലാണ്ട് ജാസ്മിന് ജീവിക്കാൻ പറ്റുന്നില്ല. ഒരു ഫ്രണ്ടിനോട് പറയുന്നതാണോ? ഏതെങ്കിലും ഒരു ഫ്രണ്ടിനോട് ഇന്ന് വരെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളുടെ കെട്ടിപ്പിടുത്ത ഉമ്മയില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന്? ഇവർ ഫ്രണ്ടാണ് കേട്ടോ, ഫ്രണ്ടാണ്. ഫ്രണ്ട്സിന് കെട്ടിപ്പിടുത്ത ഉമ്മയില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു ഫ്രണ്ടാണ് ജാസ്മിൻ. ഇപ്പോൾ മനസ്സിലായാലും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത്. അതായത് ഇതൊരു സിറ്റുവേഷൻഷിപ്പ് ആവാം,
അല്ലെങ്കിൽ ഒരു തേപ്പാവാം, എന്തുമാവാം. പക്ഷേ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന പോക്കൃത്തരമാണ്. ഇതുപോലുള്ള രീതികൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. നേരത്തെ ഒരു വോയിസിൽ പറഞ്ഞ കൊച്ചുങ്ങളും ഫാമിലിയും ഒക്കെ കാണുന്ന ഷോയാണ്. അതിനകത്ത് ഈ കാണിക്കുന്ന രീതിയിലുള്ള ചീപ്പ് ഏർപ്പാടുകൾ ഒന്ന് നിർത്തണം. ഏഷ്യാനെറ്റെ നിങ്ങളിത് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗബ്രീനെയും ഈ പറയുന്ന ജാസ്മിനെയും ഒന്നെടുത്ത് വെളിയിക്കളാം. നമ്മൾ 100 പേരെ വെച്ച് ഡെയിലി വ്യൂ ചെയ്യിപ്പിക്കാം നിങ്ങളുടെ ഏഷ്യാനെറ്റിനെ. എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. ഇവരൊക്കെയാണ് ഷോ തുറന്നു വയ്ക്കാൻ വയ്യ. എന്തായാലും ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ഇന്നത്തെ ദിവസത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അടുത്ത ദിവസം വീഡിയോയിൽ കാണും. എന്തായാലും നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ ഗൈസ്.